സൂപ്പർ കേട്ടോ കിട്ടില്ല നമുക്ക് അവിടെ നല്ല ആക്ടിങ് ആണ്, സൂപ്പർ ആക്ടിങ് കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ല മൂവിയാണ്, നല്ല ഓക്കെ കിട്ടില്ല. നല്ല പടമായിരുന്നു, ഡീസൻറ്റ് വാച്ചായിട്ട് കാണാം. ക്ലൈമാക്സൊക്കെ കൊള്ളായിരുന്നു, അത്യാവശ്യം കൊള്ളാം. മമ്മൂക്കൊക്കെ അഭിനയമൊക്കെ സൂപ്പറായിട്ടുണ്ട്, പിന്നെ അവരെ കോംബോ ഒക്കെ വർക്കായിട്ടുണ്ട്, പിന്നെ ലാസ്റ്റത്തെ കുറച്ച് മ്യൂസിക്കായാലും എല്ലാം കൊള്ളാം ഡീസൻറ്റ് വാച്ചായിട്ട്. പടം കൊള്ളാം, കുഴപ്പമില്ല. ഐ തിങ്ക് മമ്മൂക്ക നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഗോകുൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ഓൾസോ ഗുഡ്, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് പ്രിഡിക്റ്റബിൾ സംവാട്ട് ലൈക്ക് ദാറ്റ്. കണക്റ്റ് ആവുന്നുണ്ട്, കുഴപ്പമില്ല, ഭയങ്കര സംഭവമായിട്ടല്ല, ബട്ട് ഇറ്റ്സ് വാച്ചബിൾ, ഗുഡ്. ഗോകുൽ കൊള്ളാം, നന്നായിട്ടുണ്ട്. എടുത്ത് പറയക്കത്ത് അങ്ങനെ വലിയ സംഭവം ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ഇല്ല, ബട്ട് ഇറ്റ്സ് എൻജോയബിൾ ആൻഡ് വാച്ചബിൾ. ആൾമോസ്റ്റ് ആ ഒരു ക്ലീഷയായിട്ട് അത്ര പോകുന്നില്ല, ബട്ട് ഈവൻ ദോ അങ്ങനെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കൊള്ളാം, എക്സ്പെക്റ്റേഷൻ പോലെ വന്നില്ല, ബട്ട് ഇറ്റ്സ് ഗുഡ്. അടിപൊളിയായിരുന്നു, നോർമൽ സാധാ പടം, കൊള്ളാം, നന്നായിട്ട് കണ്ടിരിക്കും. എൻഗേജ്ഡാണ്, ഫുള്ളി എൻഗേജ്ഡാണ്. ഗൗതമിൻ്റെ മലയാളത്തിൽ ഫസ്റ്റ് പടമാണ്, പക്ഷേ ആ ഗൗതം വാസിൻ്റെ സാധാരണയുള്ള ജോണറിലുള്ളൊരു പടമല്ല. ഒരു സാധാ ഒരു സിമ്പിളായിട്ട് ഇന്ന് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല. വലിയ എക്സ്പെക്റ്റേഷനോടെ കണ്ടു കഴിഞ്ഞാൽ പടം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലെന്നല്ല, ആ ഒരു നമ്മൾ ഗൗതം വാസിൻ്റെ പഴയ പടങ്ങളൊക്കെ കണ്ടിട്ട് ആ ഒരു പടത്തുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സാധാ പടം, പക്ഷേ ലാസ്റ്റ് 30 മിനിറ്റ്സ് ഫുള്ളി എൻഗേജ്ഡാണ്, നല്ല ക്ലൈമാക്സ് ആണ്. മമ്മൂട്ടി ഡിഫറൻറ്റ്, ഈ ഒരു കൊള്ളാം, എല്ലാം കൊണ്ടും കൊള്ളാം. ഇല്ല അങ്ങനെ ഒരു ഇതൊന്നുമില്ല. നമ്മുടെ ഈ കാക്കയൊക്കെ ആയാലും നമ്മുടെ വേട്ടയുടെ ആ ഒരു ടൈപ്പല്ല, ഇൻവെസ്റ്റിഗേഷനാണ്, പക്ഷേ ഒരു കോമിക് രീതിയിലുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. കൊള്ളാം, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഗോകുൽ കുറച്ചുകൂടി നാച്ചുറലായിട്ട് വരുന്നുണ്ട് ഈ പടത്തിൽ. കുറച്ച് ബാക്കിയുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പടത്തിൽ കുറച്ചുകൂടി നാച്ചുറലിസ്റ്റിക് ഫീൽ ചെയ്യുന്നുണ്ട്. കൊള്ളാം, അവർ രണ്ടുപേരുള്ള കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മൾ പറയേണ്ട കാര്യമില്ല, അത് പുള്ളിയാണല്ലോ ഇപ്പോൾ ഉള്ളതിലും പണ്ടത്തേലും ഇപ്പോഴത്തെ നിൽക്കുന്നതിൽ പുള്ളിയാണ് ഇപ്പോഴും യങ് ജനറേഷന് ഒരു ടഫ് കൊടുക്കുന്ന പുള്ളി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മോഹൻലാൽ അതുപോലെ തിരിച്ച് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഒരു കമ്പാരിസൺ കിട്ടുന്നില്ല. മമ്മൂട്ടിക്ക് ഒപ്പം പറഞ്ഞുകൊണ്ടിരുന്നൊരു പേരായിരുന്നല്ലോ മോഹൻലാൽ, ഇപ്പോൾ ആ പുള്ളി അവിടെ ഇല്ല. ആ ഒരു സ്ഥാനത്തേക്ക് പുള്ളി തിരിച്ച് കയറി വരണമെന്നൊരു ആഗ്രഹം ഒരു മമ്മൂട്ടി ഫാൻ എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട്.